ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ റീസെൻ്റ്ലി നമ്മുടെ സോണിയുടെ A74 ക്യാമറ റിവ്യൂ ചെയ്തല്ലോ. അപ്പോൾ ഇതിൽ ഉപയോഗിക്കാവുന്ന ഒരു 3 ആക്സറീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഈ ആക്സറീസിൽ പലതും ഒന്നും പുതിയതൊന്നുമല്ല, 1-2 വർഷമായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ബട്ട് അത് പലരും അതിനെപ്പറ്റി അറിഞ്ഞിരിക്കില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ ഈ ക്യാമറ കാണിക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇതിന് ഈ കാത് പോലെ സപ്പോർട്ടുകളുണ്ടോ? ഇത് പലതരം ആക്സറീസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പീക്ക് ഡിസൈൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് കേട്ടിട്ടുണ്ടാവും, ആ ആക്സറീസ് ആണ്. അപ്പോൾ ഇതായി ബന്ധപ്പെട്ട് 3 ആക്സറീസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിൽ ആദ്യത്തെയാണ് കഫ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. കണ്ടോ, നമ്മൾ ഇത്രയും വെയിറ്റുള്ള ക്യാമറയൊക്കെ ആയിട്ട് ചിലപ്പോൾ ഫംഗ്ഷനും അവിടെ ഇവിടെ നടക്കുമ്പോൾ ഇങ്ങനെ വെറുതെ പിടിച്ചു പോകുമ്പോൾ ആരെങ്കിലും കൈ തട്ട് എന്തെങ്കിലും ചെയ്ത് താഴ്ത്തു വീഴാൻ ചാൻസ് ഉണ്ട്. ഇത് ജസ്റ്റ് ഇങ്ങനെ വലുതാക്കുകയൊക്കെ ചെയ്യാം, ഇങ്ങനെ കൈൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട്. ഇത് കേട്ടോ, സിമ്പിളായിട്ട് ഇത് ഇങ്ങനെ അറ്റാച്ച് ചെയ്യാം. സേഫായിട്ട് നമുക്ക് എവിടെ വേണം അത് തട്ടിയാലും നമ്മുടെ വീടുകൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വളരെ ഉയർന്ന സ്ഥലത്ത് നിന്ന് എടുക്കുക, അങ്ങനെ എവിടെ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. യൂസ്ഫുൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാം, ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കാൻ. ഇതാണ് ഈ ഒരു കഫിൻ്റെ ഉപയോഗം. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിന് ഈ ഇത്രയും ചെറിയ സാധനത്തിന് എത്ര ഭാരം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു. ഇവരുടെ വെബ്സൈറ്റിലെ ഇൻഫർമേഷൻ വെച്ച് 90 കിലോ വെയിറ്റ് എടുക്കാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. അത് ടെസ്റ്റ് ചെയ്തിട്ടില്ല, അവര് തിയററ്റിക്കലി അവിടെ എഴുതിയത് നിങ്ങളോട് പറഞ്ഞതുള്ളൂ. പിന്നെ ഇതിൻ്റെ വെയിറ്റിൻ്റെ ഒരു ചെറിയൊരു ടെസ്റ്റ് നമുക്ക് നടത്തുക. ഇതിന് ഏകദേശം ഇതിൻ്റെ ലെൻസിന് 750 ഗ്രാം വെയിറ്റും ഈ ബോഡിക്ക് ഒരു 700 ഗ്രാം വെയിറ്റും ഉണ്ട്. ഇതിങ്ങനെ ഈസി ആയിട്ട് ഇത് ഹോൾഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ കയ്യിൽ തെറ്റി വീണാൽ പോലും ഇത് അറ്റ്ലീസ്റ്റ് ഒരു സേഫ് സൈഡായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു പാക്കിൽ ഈ ഒരു റിസ്റ്റ് സ്ട്രാപ്പും ഈ 2 ആംഗേഴ്സുമാണ് വരിക. അപ്പോൾ ഇത് വാങ്ങിയാൽ എന്താ ഒരു ഗുണം വെച്ചാൽ ഈ ആംഗേഴ്സ് യൂണീക്കാണ് എല്ലാ അതർ ആക്സസറീസിലും. അപ്പോൾ ഇത് മാറ്റേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് ഇതിനുണ്ട്. ഒരു പാക്കിൽ ഇത് 2ഉം ഇതാണ് വരുന്നത്. ഇപ്പോൾ അബദ്ധവശാൽ നഷ്ടപ്പെട്ടാൽ ഇത് മാത്രവും വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു ഏകദേശ വില $35. ഇത് നല്ലൊരു യൂസ്ഫുൾ സംഭവമായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ്. A74 ആയിട്ട് ഉപയോഗിക്കാവുന്ന അടുത്തൊരു ബെസ്റ്റ് ആക്സറിയാണ് ഈ സ്ലൈഡ് എന്ന് പറഞ്ഞ സ്ട്രാപ്പ്. ഇപ്പോൾ സോണിയുടെ ഈ ക്യാമറ വാങ്ങുമ്പോൾ അവരുടെ ഒറിജിനൽ സ്ട്രാപ്പ് വരുന്നുണ്ട്. പക്ഷേ അത് നമ്മളിവിടെ ഫിക്സ് ചെയ്ത് ഊരിയെടുക്കാനും വീണ്ടും ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുള്ള പിക് ഡിസൈൻ്റെ ഒരു ഈസി സ്ട്രാപ്പാണത്. ഈ പറഞ്ഞ മാതിരി ഇതിൻ്റെ ഇതിൽ ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ആവശ്യമുള്ളപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ട്രാപ്പിൽ 3 ടൈപ്പ് ഉണ്ട്. നല്ല വീതിയുള്ള ടൈപ്പ് ഉണ്ട്, അതിനെ സ്ലൈഡ് എന്ന് പറയും. അതിൻ്റെ ഉപയോഗം എന്താ വെച്ചാൽ ഇതിപ്പോൾ വലിയ കുറച്ചും കൂടി ആ 600mm 700 ലെൻസ് പോവുകയാണെങ്കിൽ അത് ഉപയോഗിക്കാം. ഇത് ലീഷ് ആണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ APS-C സെൻസർ ഉള്ള ലെൻസ് ക്യാമറയ്ക്ക് ഉപയോഗിക്കാവുന്ന ടൈപ്പാണ്. പിന്നെ ഇത് 90 കിലോ വെയിറ്റ് ഹോൾഡ് ചെയ്യും. അതുകൊണ്ട് ഞാനിത് സിമ്പിളായിട്ടുള്ള ഒരു ഇത് കൊണ്ട് ഇത് വാങ്ങിയതാണ്. ഇത് ഒരു 33 ഇഞ്ച് തൊട്ട് 83 ഇഞ്ച് വരെയൊക്കെ നിന്ന് കിട്ടുന്നുണ്ട്. പെട്ടെന്ന് ക്വിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന്.
ഈ ക്യാമറ എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാമെന്നാണ്. അപ്പോൾ പല ടൈപ്പ് ബാഗുകൾ കിട്ടുന്നുണ്ട്, സോണിയുടെ തന്നെ കിട്ടുന്നുണ്ട്, പിന്നെ ഇന്ത്യയിൽ തന്നെ പല ബ്രാൻഡുകളുടെയും കിട്ടുന്നുണ്ട്. ഈ പീക്ക് ഡിസൈനും ഇതിനു വേണ്ടി ഒരു സ്ലിംഗ് ബാഗ് ഇറക്കിയിട്ടുണ്ട്. അതിന് 3 കപ്പാസിറ്റി ഉണ്ട്, 3 ലിറ്റർ, 6 ലിറ്റർ, 10 ലിറ്റർ. അതിലെ 6 ലിറ്ററാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുന്നത്. സോണി തന്നെ ഒഫീഷ്യലായിട്ട് ഇത് വിൽക്കുന്നുണ്ട് ഇവിടെ മാൾ ഓഫ് എമിറേറ്റ്സിൽ. ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷനൊക്കെ പറയുകയാണെങ്കിൽ ഇതിലൊരു 11 ഇഞ്ചുള്ള ടാബ്ലറ്റ് വയ്ക്കാൻ പറ്റും. ഇതിൻ്റെ ടോട്ടൽ ഇത്രയും വലിയ ബാഗ് ആണെങ്കിലും ഇതിൻ്റെ ആകെ വെയിറ്റ് 600 ഗ്രാമുള്ളൂ. വെതർ പ്രൂഫാണ്. ഇതിൽ ഉപയോഗിച്ചേക്കുന്ന പ്ലാസ്റ്റിക് റീസൈക്കിൾഡ് നമ്മുടെ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി മെറ്റീരിയൽസ് ഒക്കെയാണ് ഇതിൽ ഉപയോഗിച്ചേക്കുന്നത്. ഇതിന് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ലൈഫ് ടൈം വാറണ്ടിയാണ്. എപ്പോൾ കേടായാലും കൊണ്ടുപോയാൽ നന്നായി തരും. ഞാൻ 6 ലിറ്റർ വാങ്ങാൻ കാരണം മൊത്തത്തിലേക്ക് പെട്ടെന്ന് ഇറക്കി വെക്കാം. അതേപോലെ ഇത് സെപ്പറേറ്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ ഈ ബോഡി 2 ലെൻസ് വെക്കാൻ പറ്റും. 3 ലിറ്ററിൻ്റെ വാങ്ങി കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കാനേ പറ്റുള്ളൂ. പിന്നെ ഇതൊരു മൾട്ടി പർപ്പസ് ആണ്. എന്താ വെച്ചാൽ ഇതിപ്പോൾ ക്യാമറ മാത്രം കൊണ്ടുപോകാൻ നല്ല ഒരു ഇത് ഇറക്കിയിട്ടുള്ളൂ. നോർമൽ സാധനങ്ങൾ നമുക്ക് പുറത്തു കൊണ്ടുപോകാം. അതിൻ്റെ ഉള്ളിൽ ഈ ഡിവൈഡർ എടുത്ത് മാറ്റിയാൽ മതി. പിന്നെ 10 ലിറ്റർ ഉണ്ട്, അത് കുറച്ചും കൂടി വലുതാണ്. അതായത് നമുക്കൊരു 3 ലെൻസൊക്കെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ 600, 700 mm ഒക്കെ ലെൻസ് കൊണ്ടുപോകണമെങ്കിൽ നമ്മളുടെ ഒരു സാധാ യൂസേഴ്സിനൊക്കെ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടും സെക്യൂർഡായിട്ടും ക്യാമറ കൊണ്ടുപോകാൻ ഇതായിരിക്കും ബെറ്റർ. ഇത് 2 ഉണ്ട്. ഇതിന് അരയിൽ ഇടാനും ഇത് വലിച്ചെടുത്തിട്ട് വലിയ സ്ട്രാപ്പാക്കി ഉപയോഗിക്കാൻ നമുക്ക് പറ്റും. ഇതിൻ്റെ ഉൾഭാഗം നിന്ന് നോക്കാം. ഇതിൻ്റെ ഒരു വില പറയുകയാണെങ്കിൽ $89 3 ലിറ്ററിന്. ഈ 6 ലിറ്ററിൻ്റെ വില $120. 10 ലിറ്ററിൻ്റെ $160. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിൽ 2 സെപ്പറേറ്റർ ഉണ്ട്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഉണ്ട് നമ്മൾ ക്യാമറ കൊണ്ടുപോകാത്ത സമയത്ത് ഇതെടുത്ത് വീട്ടിൽ വയ്ക്കുകയാണെങ്കിൽ ഇത് നമുക്ക് എന്ത് കൊണ്ടുപോകാം. ഈ സിമ്പിളായിട്ട് ക്യാമറ ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. ഡിവൈഡർ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ്ലി ഒരു ലെൻസും കൂടി വയ്ക്കാൻ പറ്റും. പിന്നെ ഇവിടെ സൈഡിലൊക്കെ ബാറ്ററി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്സറീസ് വയ്ക്കാൻ പറ്റും. ഇത് ക്യാമറ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ച് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഇത് അരയിൽ ഫിറ്റ് ചെയ്യുന്ന മാതിരിയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. പിന്നെ ഇവിടെ ഇതിൻ്റെ ട്രൈപോഡ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഇത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ട്രൈപോഡിൻ്റെ ഇതുമുണ്ട്. നല്ല കനമുണ്ട്, നല്ല പ്രൊട്ടക്ഷൻ. അത്യാവശ്യം പെട്ടെന്നൊക്കെ ഒന്ന് അവിടെ ഇവിടെ ഇടിച്ചാലൊന്നും കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. താഴ്ത്തു വീണാൽ അത് പറയാൻ പറ്റില്ല. അത് നമ്മുടെ യോഗം പോലെ ഉണ്ടാവും, കേടാവില്ലെന്ന്. ഇത് മഴയൊന്നും ഉള്ളിലേക്ക് തട്ടില്ല. പിന്നെ മഴയത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ എന്താവുമെന്ന് അറിയില്ല. ഇതിനൊരു ഈ ട്രൈപോഡ് ഫിക്സ് ചെയ്യാനുള്ള സ്ട്രാപ്പാണ്. നമ്മുടെ ബാറ്ററി അങ്ങനത്തെ മെമ്മറി കാർഡൊക്കെ വെക്കാൻ സെപ്പറേറ്റ് സ്ലോട്ടുകളുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ അവർ പറയണതെന്ന് വെച്ചാൽ ഇത് ക്വിക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. സൈഡിൽ വയ്ക്കുകയാണെങ്കിൽ തുറക്കുന്നു, തിരിച്ച് ഇതിൻ്റെയൊക്കെ ഫിനിഷിങ് ആൻഡ് ഡിസൈൻ സൂപ്പറാണ്. ഹൈ പ്രൊട്ടക്ഷനൊക്കെയാണുള്ളത്. ഇതിൻ്റെയൊക്കെ ഈ എഡ്ജിലൊക്കെ നമ്മൾ ക്യാമറയുടെ ബോഡിയിൽ ടച്ച് ചെയ്യാറുണ്ട്, പ്രസ് ചെയ്താൽ പോലും. ഇതേപോലത്തെ പേഴ്സണൽ ക്യാമറകളൊക്കെ കൊണ്ടു നടക്കുന്നത്. ഇതിൻ്റെ വില കുറച്ച് കൂടുതലാണ്, പക്ഷെ അതിൻ്റേതായ ഒരു ഫെസിലിറ്റി തരുന്നുണ്ട്. ഇതിന് ലൈഫ് ടൈം വാറണ്ടിയാണ്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കേൾക്കണ ഒരു ബാഗിൻ്റെ ഒക്കെ വെർഷൻ 2 ഇറങ്ങുന്നത്. ഇത് പീക്ക് ഡിസൈൻ സ്ലിംഗ് വെർഷൻ 2 ആണ്. വെർഷൻ 1ൻ്റെ മുകളിൽ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കാണിച്ച ഈ 3 ആക്സറീസും ഒരു ഫുൾ ഫ്രെയിമോ അല്ലെങ്കിൽ APS-C ക്യാമറ ഏതിനും
സൂട്ടബിൾ ആണെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അതായത് ഈ കഫ്, പിന്നെ ഈ നെക്ക് സ്ട്രാപ്പ്, പിന്നെ ഈ ബാഗ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റുകളോ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത്.